ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ബനാന റോൾസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മുടെ നല്ല പഴുത്ത നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാനായാലും ഒക്കെ അടിപൊളിയാണ്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ 3 ചെറിയ സൈസിലുള്ള പഴമാണ് നേന്ത്രപ്പഴം. നല്ല പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ. നല്ല പഴുത്ത പഴം എടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇതുണ്ടാക്കുമ്പം ഒരു അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് തിന്നാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നമുക്കൊന്ന് നെയ്യിലിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് ചൂടായി വരുമ്പം ഈ ഓരോരോ പീസ് നേന്ത്രപ്പഴം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് കണ്ട് ഒരു ഗോൾഡ് കളറാവണ വരെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ടത് നമ്മൾ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഏലക്ക പൊടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നല്ല ഒരു ആവറേജ് മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രം പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പഴം പൊരിച്ചെടുത്തിട്ടുള്ള ആ ഒരു പാനിൽ തന്നെ നെയ്യുണ്ടായിന് കേട്ടോ. കുറച്ചൊന്ന് നെയ്യുണ്ട്. അപ്പം ആ ഒരു പാനിക്ക് തന്നെ ഞാനിപ്പോൾ ഈ ഒരു മുട്ടൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മുട്ട ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ അതിൻ്റെ മേലെ ഈ ഓരോരോ നേന്ത്രപ്പഴം ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ നമ്മൾ കഴിക്കുമ്പോൾ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നിങ്ങളെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താണ്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നല്ലോണം ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അതാ ഇതിവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടിത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോളാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കിയെടുക്കാൻ. നല്ല സിമ്പിളാണ്, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന്. ഒരു നമ്മൾ തിന്നുമ്പോൾ തന്നെ തേങ്ങയും വാട്ടിയിട്ടുള്ള പഴവും മുട്ടയും ഒക്കെ ഉണ്ടാകുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.